ഞാനിപ്പോൾ നമ്മുടെ ടെറസിൻ്റെ മേളിലായിരുന്നു ഈ വീഡിയോ ചെയ്യുന്നത്. ആക്ച്വലി നല്ല സുഖമാണ്, തണുപ്പുള്ളതുകൊണ്ട് ജാക്കറ്റ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഞാൻ കഴിഞ്ഞ ദിവസം ആൽബർട്ടയിലൊക്കെ പോയപ്പോൾ ഉള്ള വീഡിയോകൾ കണ്ടല്ലോ, അവിടുത്തേക്ക് തണുപ്പ് വെച്ച് നമുക്ക് ശരിക്കും വാൻകൂവർ ഭയങ്കര സ്വർഗ്ഗമാണ്. നമുക്ക് ഇത്രയും ദിവസമായിട്ട് സ്നോ ഒന്നും കിട്ടിയിട്ടില്ല. ബട്ട് സ്നോ കിട്ടിയാൽ തന്നെ 1-2 ദിവസമൊക്കെ ഉള്ളൂ വാൻകൂവർ സ്നോ. പക്ഷേ ഇപ്പോഴും നമുക്ക് വെളിയിലൊക്കെ ഇറങ്ങാനും ലൈക്ക് ഈവൻ ഷോർട്സ് ഒക്കെ ഇട്ടുകൊണ്ട് നടക്കാനും അന്നേരം ഓക്കെയാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഡ്രസ്സ് ചെയ്ത് നടന്നാൽ നമുക്ക് ഭാവിയിൽ അസുഖങ്ങളൊന്നും ഉണ്ടാകാതിരിക്കും ഗൈസ്. അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കുക, അത്രേ ഉള്ളൂ. പക്ഷെ വെളിയിൽ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഇത് സമ്മറല്ലേ, ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഈവൻ രാവിലെയൊക്കെ ആണെങ്കിലും വണ്ടി നമ്മൾ അത്യാവശ്യം നല്ല ഒരു 15 മിനിറ്റ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു ഫ്രീസിങ്നെസ് മാറത്തൊന്നുമില്ല. അപ്പോൾ തണുപ്പുണ്ട്. ബട്ട് സ്റ്റിൽ വെദർ ഇസ് ഗുഡ് ഇൻ വാൻകൂവർ. പക്ഷേ ഈ ഫെബ്രുവരിയിലേക്ക് സ്നോ ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കേസ് ഇപ്പോൾ പറയാൻ വന്നതൊന്നുമല്ല, ഇപ്പോൾ ഓൾറെഡി അമേരിക്ക കാനഡയിൽ നിന്ന് വരുന്ന ഗുഡ്സിൽ 25% താരിഫ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. കൺഫേം ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ ഒരു ലൈക്ക് മീഡിയ പേഴ്സൺ ആണെങ്കിൽ ട്രംപിനോട് ചോദിച്ചാൽ എന്നാൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ February 1st ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ കാനഡയിലുള്ള പലരും വളരെ വിഷമത്തിലാണ്. ബിക്കോസ് പല കമ്പനീസും ലേ ഓഫ് ഒക്കെ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, വലിയ കമ്പനീസ്. അതെന്തോ ആയതാണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ആരെയും പാനിക് ആക്കാൻ വേണ്ടിയല്ല. ബട്ട് സ്റ്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ബിക്കോസ് ഇവിടെ ഏറ്റവും അധികം നമ്മുടെ കാനഡയുടെ ഒരു വലിയ മാർക്കറ്റാണ് അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാനഡയുടെ 25% ഓഫ് റിസോഴ്സസും നമ്മൾ സെല്ല് ചെയ്യുന്നത് അമേരിക്കയ്ക്കാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ കാനഡയുടെ ഒരു വലിയ മാർക്കറ്റാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓയില്, ടിമ്പർ, ലൈക്ക് അലൂമിനിയം, ലൈക്ക് ഇലക്ട്രിസിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും അധികം സെല്ല് ചെയ്യുന്നത് അമേരിക്കയ്ക്കാണ്. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഈ കാനഡയിൽ നിന്ന് വരുന്ന ഓരോ പ്രോഡക്റ്റിനും 25% താരിഫ് അമേരിക്ക ഇംപ്ലിമെൻറ്റ് ചെയ്യുവാണെങ്കിൽ അമേരിക്കയിലുള്ള ആളുകൾ കാനഡയുടെ പ്രോഡക്റ്റ്സ് പിന്നെ വാങ്ങത്തില്ല. ചീപ്പർ ഓപ്ഷനേ പോകത്തുള്ളൂ. അതിപ്പോൾ ഏത് കമ്പനിയുടെ ആണെന്നൊന്നും അവർക്ക് നോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ $1 ഒരു സാധനത്തിന് അവിടെ ചെന്ന് കഴിയുമ്പോൾ അത് $1.25 ആകുന്നതിന് ആരും അത് വാങ്ങത്തില്ല. അതങ്ങനെയാണ്, അറിയാമല്ലോ. അപ്പോൾ ചീപ്പർ ഓപ്ഷൻസിന് ആളുകൾ പോകത്തുള്ളൂ. അങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ ഒരുപാട് കമ്പനീസ് ലേ ഓഫ് ഒക്കെ ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെ സംഭവിക്കുവാണെങ്കിൽ ബിക്കോസ് നമ്മുടെ പ്രൊഡക്ഷൻ നിർത്തേണ്ടി വരും. ഞാൻ മെയിനായിട്ട് നമുക്ക് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് പറയാം. അഡ്വാൻറ്റേജസ് പറയുവാണെങ്കിൽ നമുക്ക് ഈ താരിഫ് വന്നു കഴിഞ്ഞാൽ അഫ്കോഴ്സ് നമുക്ക് ഡിസ്അഡ്വാൻറ്റേജസേ ഉള്ളൂ. പക്ഷെങ്കിൽ കാനഡ ഇനി മറ്റുള്ള കൺട്രീസുമായിട്ട് വല്ലതും സംസാരിച്ച് ബെറ്ററായിട്ട് ലൈക്ക് പ്രോഡക്ട്സ് അവർക്കൊക്കെ സെല് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെറ്റർ ആകുമായിരിക്കും. ബട്ട് സ്റ്റിൽ അമേരിക്കയ്ക്ക് വരുന്ന കൂട്ടുള്ളൊരു ആ ഒരു ട്രേഡ് നടക്കത്തില്ല ഗൈസ്. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക കാനഡയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ്. ഏറ്റവും അധികം കൂടുതൽ ലാൻഡ് ബോർഡർ ഷെയർ ചെയ്യുന്ന കൺട്രീസാണ് കാനഡ, അമേരിക്ക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് റൂയിൻ ചെയ്യാൻ ഈസിയാണ്. പെട്ടെന്ന് ഇപ്പോൾ ട്രംപ് ഇങ്ങനെ ഒരു ഇത് കൊണ്ടുവരുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അങ്ങ് ഭയങ്കരമായിട്ട് റൂയിനായി പോകും. ബട്ട് സ്റ്റിൽ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചുകൊണ്ട് അത് വരത്തില്ലെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഇത് ട്രംപ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റീഷ്യൻ എന്നതിൽ ഉപരി അയാൾ ഒരു നല്ലൊരു ബിസിനസ്സുകാരനാണ്. അയാൾ നല്ലൊരു നെഗോഷിയേറ്റർ ആണെന്ന് എപ്പോഴും ഈ ജസ്റ്റിൻ ട്രൂഡോയും നമ്മുടെ കനേഡിയൻ ലീഡേഴ്സും ഒക്കെ തന്നെ പറയാറുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഫസ്റ്റ് തിങ് കാനഡയുടെ പുറത്ത് അമേരിക്ക താരിഫ് കൊണ്ടുവരും എന്ന് പറഞ്ഞ ടൈമിൽ തന്നെ കനേഡിയൻ ഡോളേഴ്സിൻ്റെ വാല്യൂ ഇടിഞ്ഞു ഗൈസ്. പിന്നെ ട്രംപ് അധികാരത്തിൽ വന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞ് ഉടനടി കൊണ്ടുവരിക എന്നായിരുന്നു പറഞ്ഞിരുന്നത് താരിഫ്. അത് വരാതായപ്പോഴത്തേക്കിനും പെട്ടെന്ന് കനേഡിയൻ ഡോളേഴ്സ് സ്ട്രെങ്തൻ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ട്രംപ് ഫൈനലി പറയുവാണ് February 1st തൊട്ട് താരിഫ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും കനേഡിയൻ ഡോളേഴ്സിൻ്റെ വാല്യൂ ഇടിഞ്ഞു ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ട്രംപ് ഈ അമേരിക്കൻ ഡോളറിൻ്റെ ഈ ഒരു വാല്യൂ ഹയർ ആക്കി നിർത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു കളിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഇത് എൻ്റെ ഒരു അനാലിസിസ് വെച്ചാൽ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ആയിരിക്കാം. ഇപ്പോൾ കാനഡ കൊണ്ടുവന്ന പോലെ അമേരിക്ക കൊണ്ടുവന്ന പോലെ തന്നെ കാനഡയ്ക്കും താരിഫ് കൊണ്ടുവരാമല്ലോ. പക്ഷേ എനിക്ക് തോന്നുന്നു കാനഡ അത് ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ജസ്റ്റിൻ ട്രൂഡോ റിസൈൻ ചെയ്തു. അപ്പോൾ ജസ്റ്റിൻ ട്രൂഡോ വെറുതെ ഇനി അത് കൂടുതലായിട്ട് സംസാരിച്ച് വഷളാക്കുന്നതിനകത്ത് കാര്യമില്ലെന്ന് പുള്ളിക്ക് അറിയാവുന്നതുകൊണ്ടായിരിക്കാം പുള്ളി ഇതിനെപ്പറ്റി സംസാരിക്കാത്തത്. അല്ലെങ്കിൽ പുള്ളിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ലായിരിക്കാം. ബിക്കോസ് പുള്ളിക്കറിയാം ഇനി നെക്സ്റ്റ് പ്രൈം മിനിസ്റ്റർ പുള്ളി അല്ല, മറ്റാരെങ്കിലും ആയിരിക്കും. ഈവൻ ലിബറൽ പാർട്ടി തന്നെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ജസ്റ്റിൻ ട്രൂഡോ പ്രൈം മിനിസ്റ്റർ ആകാനുള്ള സാധ്യത ഒട്ടുമില്ല. ബിക്കോസ് ജസ്റ്റിൻ ട്രൂഡോ ഓൾറെഡി റിസൈൻ ചെയ്തു. ഇനി പുതിയൊരു ലീഡറിനെ അവർ കണ്ടുപിടിക്കണം. അത് ഓൾറെഡി അതിൻ്റെ സംസാരങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ.
അപ്പോൾ ഇതിൻ്റെ ഒരു വലിയൊരു ഇമ്പാക്റ്റ് കാനഡയ്ക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡയ്ക്ക് ഒരുപാട് ജോലി നഷ്ടപ്പെടും, ഒരുപാട് ലേ ഓഫ്സ് ഉണ്ടാവും, ഒരുപാട് ബിസിനസ്സുകൾ തകരും. പക്ഷെങ്കിൽ അറ്റ് ദ സെയിം ടൈം ഇത്രയും ട്രംപ് ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഇത് ടാരിഫ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഈ കാനഡയിൽ നിന്നുള്ള പ്രോഡക്ട്സ് അങ്ങോട്ട് സെല്ല് ചെയ്യാതാകുമ്പോഴത്തേനും ഇവിടുന്ന് അങ്ങോട്ട് പോകത്തില്ല, ഇവിടെ നിന്നുള്ള പ്രോഡക്ട്സ് അങ്ങോട്ട് പോകത്തില്ല. സെല്ല് ചെയ്യാതായി കഴിഞ്ഞാൽ എന്തിനാ ഇത് അങ്ങോട്ട് സെൻഡ് ചെയ്യുന്നത്? അപ്പോൾ അങ്ങനെ വരുന്നുള്ള ഒരു പ്രശ്നം എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വിടുന്ന കാനഡയ്ക്ക് ഓഫ് കോഴ്സ് നമുക്ക് ഒരുപാട് ജോലികൾ നഷ്ടപ്പെടും പല ഇൻഡസ്ട്രീസിലും. ഒരു ഇൻഡസ്ട്രി മാത്രമല്ല, എല്ലാ ഇൻഡസ്ട്രീസിലും അത് തകരും. ബിക്കോസ് കാനഡയുടെ 75% മാർക്കറ്റും അമേരിക്ക ഡിപ്പെൻഡ് ചെയ്ത് ഇപ്പം പൊക്കോണ്ടിരിക്കുന്നത്. പിന്നെ അമേരിക്കയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അമേരിക്ക അപ്പോൾ അവർ ലോക്കലി ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. ഇത്രയും വലിയൊരു ഹ്യൂജ് നമ്പർ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ഒക്കുമോ എന്നുള്ളതും അതും ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. യെസ്, ബിക്കോസ് കാനഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ ആൻഡ് ഗ്യാസിന് ഒരു വലിയൊരു മാർക്കറ്റ് ഉണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ 75% സെല്ല് ചെയ്യുന്ന അമേരിക്കയ്ക്കാണ്. അപ്പോൾ ഇപ്പോൾ അമേരിക്കയ്ക്ക് അതൊക്കെ അവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒക്കുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. പിന്നെ ഈ മേർജിങ് ലൈക്ക് കാനഡ അമേരിക്ക മേർജ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ അതിന് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. കാനഡ അമേരിക്ക മേർജ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അമേരിക്കൻ ഡോളറിൻ്റെ വാല്യൂ കനഡിയൻ ഡോളേഴ്സിനും കിട്ടും. അപ്പോൾ ലൈക്ക് സെയിം വാല്യൂ ആയി. കനഡിയൻ ഡോളർ എന്നുള്ള സംഭവം പിന്നെ ഇല്ല, അമേരിക്കൻ ഡോളറാണ്. അപ്പോൾ ഡോളർ സ്ട്രെങ്തൻ ചെയ്യും. വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് കൺട്രീസ് ഇൻ ദ വേൾഡ് ആവും. ഓഫ് കോഴ്സ് നമ്മുടെ മിലിറ്ററി ഫോഴ്സസ് അതൊക്കെ ബോർഡർ സർവീസൊക്കെ വീണ്ടും അല്ല, അത് ലൈക്ക് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ലൈക്ക് ബോർഡർ സർവീസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. പക്ഷെങ്കിൽ ഇതിനകത്ത് ഡിസഡ്വാൻറ്റേജസ് വരുന്നതിന് ഫസ്റ്റ് തിങ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെൻഷൻ പ്ലാൻസ്, കനേഡിയൻ പെൻഷൻ പ്ലാൻസ് ആർ വേ ബെറ്റർ ദാൻ അമേരിക്കൻ. അപ്പോൾ അത് നമുക്ക് നഷ്ടപ്പെടും. സെക്കൻഡ് തിങ് ഹെൽത്ത് കെയർ അമേരിക്കയിൽ ഇതെല്ലാം പ്രൈവറ്റൈസ്ഡ് ആണ്. നമ്മൾ പ്രൈവറ്റ് ഇൻഷുറൻസ് എടുത്താൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഹെൽത്ത് കെയർ ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ജോലിയുള്ളവർക്കാണെങ്കിൽ കമ്പനീസ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വലിയൊരു ഇതാണ്. പക്ഷെങ്കിൽ ആ കാനഡയിലെ ഹെൽത്ത് കെയർ നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരുപാട് ലൈക്ക് അത്ര നല്ലതല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ബിക്കോസ് അത് ഫ്രീ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്പർ ഓഫ് ആളുകളെ വെച്ച് നമുക്കത് റൺ ചെയ്യാൻ ഒക്കുന്നില്ല. അതിനുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലെന്ന് തന്നെ പറയാം. ബിക്കോസ് അത് അത്ര നല്ല രീതിയിലല്ല കനേഡിയൻ ഹെൽത്ത് കെയർ എന്നുള്ള പല രീതിയിലും പലർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. പക്ഷെങ്കിൽ അപ്പോൾ ഡിസഡ്വാൻറ്റേജസ് ഇതൊക്കെയാണ് നമ്മുടെ ഹെൽത്ത് കെയർ. പിന്നെ പക്ഷെങ്കിൽ ഇത് പ്രാക്ടിക്കലി ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ളൊരു സംഭവമല്ല ഈ അമേരിക്ക കാനഡ മേർജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ കാനഡ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇപ്പോൾ ഒരാൾ ജസ്റ്റിൻ ട്രൂഡോയെ പിടിച്ച് അവിടുത്തെ ഗവർണർ ആക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റിൻ ട്രൂഡോ മാത്രം ഡിസൈഡ് ചെയ്യുന്നതല്ലല്ലോ കാനഡ എന്ന് പറഞ്ഞൊരു രാജ്യം. ഇതൊരു രാജഭരണമൊന്നുമല്ലല്ലോ ഇവിടെ, ഇത് ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ അതൊരിക്കലും നടക്കത്തില്ല. പിന്നെ ഫൈനലി അവർ തന്നെ ഈ അടുത്തിടയ്ക്ക് പറഞ്ഞു കാനഡ ഈസ് നോട്ട് ഫോർ സെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ലൈക്ക് ഇവിടുത്തെ ലീഡേഴ്സ് തന്നെ എല്ലാം പല സോഷ്യൽ മീഡിയാസിലും അതുപോലെ തന്നെ ന്യൂസിലും ഒക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലേ ഓഫാണ് നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്നൊരു വലിയൊരു ഇഷ്യൂ. ബിക്കോസ് ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും അമേരിക്കൻ മാർക്കറ്റ് ഡൗൺ ആകുമ്പോഴത്തേക്കിനും ടാരിഫ് കൊണ്ടുവരുമ്പോഴത്തേക്കിനും നമ്മുടെ പ്രോഡക്റ്റ്സ് അവിടെ സെല്ല് ചെയ്യാൻ പറ്റാതായി പോകും. അങ്ങനെ ഒരുപാട് ലേ ഓഫ് വരും. പല മേജർ കമ്പനീസും ഓൾറെഡി ലേ ഓഫ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്നുള്ള പ്രോഡക്റ്റ്സ് ഇങ്ങോട്ട് വരുന്നുണ്ട്, അത് അമേരിക്കൻ ഡോളേഴ്സിലാണ് അവർ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ അതിവിടെ വരുമ്പോൾ വീണ്ടും വില കൂടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞ ടെസ്ലയ്ക്ക് ഇപ്പോൾ ഒരു $10,000 കൂടാൻ പോകാമെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നില്ല ആരിലും അത്രയും പൈസ മുടക്കി ഈ ടെസ്ല പോലത്തെ അമേരിക്കൻ പ്രോഡക്ട്സിന് ഇവിടെ വാങ്ങുമെന്ന്. അത് രണ്ട് കൺട്രീസിനും ഇത് ഭയങ്കരമായിട്ട് ബാധിക്കും. എന്തായാലും ഇത് നല്ലതായിട്ട് തന്നെ വരട്ടെ. എന്തായി തീരുമെന്ന് നമുക്കറിയത്തില്ല. ഇമിഗ്രേഷൻ എന്ന കാര്യം ഞാനിപ്പോൾ വെറുതെ പറഞ്ഞ് ആരെയും വിഷമിപ്പിക്കുന്നില്ല. എന്തായി തീരുമെന്ന് നമുക്ക് ഒരു പിടിയുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി അത് സ്റ്റോപ്പ് ചെയ്യും എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം വേറെ രീതി നമുക്കത് പറഞ്ഞ് അങ്ങനെ പ്രത്യേകിച്ച് അതിൻ്റെ ഇമ്പാക്റ്റ് വരാൻ പോകുന്നത് ഇവിടെ ഉള്ള ഇപ്പോഴത്തെ സ്റ്റുഡൻസ്, വർക്ക് പെർമിറ്റ് ഹോൾഡേഴ്സിനൊക്കെ ആയിരിക്കും. PR ഹോൾഡേഴ്സിന് അവരൊക്കെ ആയി, അവർ സെക്യൂറായി, അതുപോലെ തന്നെ സിറ്റിസൺസും ഒക്കെയാണ്. അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതെന്തായാലും എനിവേസ് നല്ല രീതിയിൽ തന്നെ അവസാനിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഈ വീഡിയോ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ വീഡിയോ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്തോ നോക്കാമല്ലോ. ബിക്കോസ് പലർക്കും പല രീതിയിലുള്ള അഭിപ്രായം. ബിക്കോസ് ഫോർ എക്സാമ്പിൾ എൻ്റെ കാര്യം പറഞ്ഞാൽ തന്നെ എനിക്കും പേടിയുണ്ട് എൻ്റെ ജോലി പോകുമോ എന്നുള്ളത്. അതുപോലെ എല്ലാവർക്കും.
അപ്പോൾ ഫിംഗേഴ്സ് ക്രോസ്, ലെറ്റ് സി ഹൗ ഇറ്റ് ഗോസ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.